ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് തന്നെയാണ്. അതിൽ ഞാനിന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അത് റിലേഷൻഷിപ്പിനും ആവാം, ജനറലും ആവാം. ഓക്കെ, രണ്ടും ആവാം. കോമൺ റീഡിംഗ് ആയിട്ട് എടുക്കാവുന്നത്. അതിൽ ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഒരു ആഗ്രഹം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നടക്കുമോ, ആൻഡ് അതിനുള്ള ചെറിയ ഗൈഡൻസ് ആൻഡ് എപ്പോൾ നടക്കും എന്നുള്ള കൂടി ഡിവൈൻ ടൈമിംഗ് ഒറക്കിൾ എടുത്തിട്ട് നമുക്ക് അതുകൂടി നോക്കാം, എപ്പോൾ നടക്കും എന്നുള്ളത് കൂടി നോക്കാം. ആൻഡ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് ടാരോ ഉണ്ട് ഇവിടെ, പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇതിൽ നിന്ന് ഈ ഡെക്കിൽ നിന്ന് ഞാൻ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്നുകൂടി ഞാൻ എടുക്കാൻ നോക്കാം. ഒരു കാർഡ് ആക്ച്വലി ഒന്ന്, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷന് ചിലപ്പോൾ ഒന്നുകൂടി. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ എന്താണ് നിങ്ങളുടെ കാര്യം എന്നും പറയാൻ നോക്കാം, ആൻഡ് പ്ലസ് അതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് ആയിട്ട് എടുക്കാം, ആൻഡ് ടൈം എപ്പോൾ നടക്കും എന്നുള്ളത്. ഓക്കെ, 2 പൈലുണ്ട്, ഇന്ന് ഒരു റീഡിങ്ങേ ഉള്ളൂ, കുറച്ച് ലോങ് ആക്കാം അതിനെ തന്നെ. സോ അങ്ങനെ പോട്ടെ. ഓക്കെ, സോ പൈൽ 1 ഇതാണ്, ഒരു 7 ചക്രയുടെ ഒരു ക്രിസ്റ്റലിൻ്റെ സാധനമാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പൈൽ ഈ പിരമിഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക പൈൽ 1, പൈൽ 2. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ മനസ്സിൽ എന്താണ്, അതിന് ഗൈഡൻസ് എന്താണ്, എപ്പോൾ നടക്കും ആ ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. സ്പേസ് ഉണ്ടാക്കണം, നോക്കട്ടെ. ഓക്കെ, പൈൽ 1 എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്ന് നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത് നോക്കാം. മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ഇത് മാച്ച് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ബാക്കി റീഡിങ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ജസ്റ്റ് ഗൈഡൻസ് ഇല്ലെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ മാച്ച് ആവുമായിരിക്കും. ഓക്കെ, ചേഞ്ച്, ആക്ച്വലി ഞാൻ ഇത് നേരത്തെ എടുത്ത് കാണിച്ചപ്പോഴും കണ്ടു മെസ്സേജ്. ഓക്കെ ഓക്കെ, ചേഞ്ച് ആൻഡ് മെസ്സേജ് ആണ് ഇവിടെ ആദ്യത്തെ. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്ന മെയിൻ കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം എപ്പോൾ വരും എന്നായിരിക്കാം. ഒരു മെസ്സേജ്, ആ മാറ്റത്തിനെ കുറിച്ചുള്ള മെസ്സേജ് ആയിരിക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയുടെ ഒരു ചേഞ്ച് ആണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട്, നിങ്ങൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരാൻ അതിൻ്റെ മെസ്സേജ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ചിലവർക്ക് നിങ്ങൾ ഒരു അഗെയിൻ റിലേഷൻഷിപ്പ്, ഞാൻ ഇവിടെ പറഞ്ഞു ഇന്ന് രണ്ടും കൂടി കോമൺ ആണ്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും, ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. കൂടുതലും ഒരു മെസ്സേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെറും ഒരു മാറ്റം എന്നും ആവാം. ഇത് ഒരു മെസ്സേജ് അല്ലെങ്കിൽ 2 സിനാരിയോ ആവാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കാം, അങ്ങനെയാവാം. ഓക്കെ, ഒരു മാറ്റം വരാനുള്ള കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നത്, ആൻഡ് ഒരു മെസ്സേജിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ചുകൂടി ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എപ്പോൾ വരും, എന്തിനെ കുറിച്ചാണെന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നോക്കാം. ഇത് അറിയില്ല ഞാൻ എന്താ ആലോചിച്ചാൽ, സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഞാനിങ്ങനെ എടുത്താണ്. ഓക്കെ, 8 ഓഫ് സോർഡ്സ്, ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ്, ടവർ, 5 ഓഫ് കപ്സ്, ഡെവിൾ കാർഡ് ഉണ്ട്, 8 ഓഫ് പെൻറ്റിക്കിൾസ്, ആൻഡ് കിങ് ഓഫ് വോൺസ്, ആൻഡ് ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ ഒരു 3 ഓഫ് വോൺസ് ഉണ്ട്. സോ വെയിറ്റിംഗ് എനർജിയാണ്. ഓക്കെ, നിങ്ങളപ്പോൾ ഈ മെസ്സേജിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. കുറേ സമയമായിട്ടുണ്ടാവാം പ്ലാനിങ്, ആൻഡ് ആക്ച്വലി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അതിനുവേണ്ടി എല്ലാ പ്ലാനിങ്ങും എല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ആ റിസൾട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ റിസൾട്ട് വരാനുള്ള വെയിറ്റിംഗ് ആണ്. ചിലപ്പോൾ ചിലവർക്ക് അബ്രോഡ് പോകാനുള്ള കാര്യങ്ങളായിരിക്കാം, ആൻഡ് ഇവിടെ കാറുണ്ട്. സോ മേ ബി ആ മാറ്റം ഒരു ട്രാവലിൻ്റെ കാര്യമായിരിക്കാം, ആ ട്രാവലിൻ്റെ ഇൻഫർമേഷൻ വരാനായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. സോ അഗെയിൻ ഇവിടെ 2 സിനാരിയോയും തോന്നുന്നുണ്ട്. 7 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾ ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയുടെ കാര്യത്തിൽ ലേശം ടെൻഷൻ ഉണ്ടാവാം. ഓക്കെ, ഫാമിലിയെ വിട്ടിട്ട് പോവുക, അങ്ങനത്തെ വല്ല ഇങ്ങനെ നമ്മളൊരു ചേഞ്ച്, മാറ്റം എന്ന് പറയുമ്പോൾ, യാത്ര എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ 10 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അബണ്ടൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കരിയറിൽ ചിലപ്പോൾ ഗ്രോത്തിൻ്റെ ഒരു അവസരവും ആയിരിക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ പോവാൻ നിങ്ങൾക്കൊരു മനസ്സിൽ സമ്മതിക്കുന്നില്ല, കാരണം ഈ ഫാമിലി വിട്ടിട്ട് പോകണം എന്നുള്ളൊരു വിഷമമായിരിക്കാം. അല്ലെങ്കിൽ
അവരുടെ ജസ്റ്റ് ആ ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള വറി ഉണ്ടാവാം നിങ്ങളുടെ മനസ്സിൽ. എനിക്ക് അവരുടെ ലൈഫ് ബെറ്റർ ആക്കണം, എനിക്ക് എല്ലാം എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാരീഡ് ആവണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ പാരൻസ് ഫാമിലി എന്തും കണക്കാക്കാം നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ടവർ ഉണ്ട്. സോ മേ ബി നിങ്ങൾക്ക് മുൻപ് ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടന്നിട്ടില്ല. ഓക്കെ, ആൻഡ് ഈ ചേഞ്ച് എന്ന് പറയുമ്പോഴും ഒരു ടവർ മൊമെന്റ് വരും. ഓക്കെ, ചില മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ചില ടവർ മൊമെന്റ്സ് വരാറുണ്ട്. ടവർ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട. മാറ്റം എന്ന് പറയുന്നത് ഒരു ചിലത് നല്ലതിനുമാണ് അല്ലേ, നല്ല പ്രോഗ്രസ്സിനും ആയിരിക്കാം. പക്ഷെ ആ ഒരു മാറ്റം അതൊരു കുറച്ച് നമ്മൾ പറയില്ലേ ഒരു ടഫ് ടൈം നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ആൻഡ് ഇവിടെ 5 of Cups അപ്പോൾ ടവറും 5 of Cupsഉം പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. ഓക്കെ, എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. ഈ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾ കണ്ടിട്ടില്ല, മുൻപ് നിങ്ങൾക്ക് ആ ഗ്രോത്ത് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്, തെറ്റ് ഇത് നടക്കുമോ നടക്കില്ല എന്ന ഡെവിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്, നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്, പേടികൾ. ഓക്കെ, വീണ്ടും നഷ്ടം വരുമോ, എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങളോട് ഓക്കെ യൂണിവേഴ്സിൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. 8 of Pentacles ആണ്. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട. ആൻഡ് കിങ് ഓഫ് വാൻസ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക. ഓക്കെ, ടെൻഷൻ നിങ്ങൾ മൈൻഡിനെ ബ്ലോക്ക് ആക്കി വെക്കരുത്. ഓക്കെ, അബണ്ടൻസ് നിങ്ങൾക്ക് വരും എന്നുകൂടി പറയുന്നുണ്ട്. ചില മാറ്റങ്ങൾ, യെസ്, ചില ചേഞ്ച് വരും. പക്ഷെ ആ ചേഞ്ച് വരുന്നതിന് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും, നിങ്ങളുടെ ഒരു അബണ്ടൻസിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഓക്കെ, ഇനി റൊമാൻറ്റിക് രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരാളുടെ മെസ്സേജിന്. ഓക്കെ, നിങ്ങളുടെ ഒരു പേഴ്സണിൻ്റെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വരും. ആൻഡ് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി മുന്നോട്ട് കാണും എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. 10 of Pentacles ആണ്. ഓക്കെ, സോ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതിലും നിങ്ങളുടെ മനസ്സ് യെസ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, നടക്കുമോ നടക്കില്ലേ എന്നുള്ള ടെൻഷൻ, പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിലും ഞാൻ പറയുന്ന പോലെ റിസൾട്ട് നിങ്ങൾ ആലോചിക്കേണ്ട. ഓക്കെ, എന്ത് വീണ്ടും പ്രശ്നങ്ങൾ വരുമോ, എനിക്ക് വീണ്ടും നഷ്ടപ്പെടുമോ എന്നുള്ള ഒന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, എഫർട്ട് ഇടേണ്ടത് നിങ്ങളിടുക. അത് റിലേഷൻഷിപ്പ് ആയാലും ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം വേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, ബാക്കിയെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം. ഓക്കെ, ആ കഴിവ് വെച്ച് നിങ്ങൾ ഉപയോഗിക്കുക പരമാവധി, നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മൾ ഫസ്റ്റ് കാർഡ് എടുത്തതിൽ നമുക്ക് പറയാം ഞാൻ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. ആൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾക്ക് വരും എന്ന രീതിക്കും പറയാം. സോ ആ മെസ്സേജ് വരുമ്പോൾ, ഈ ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. നിങ്ങളുടെ പക്ഷേ ചുറ്റും കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾ കുറേ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് നിങ്ങൾ മാറി വരിക. ബിക്കോസ് പാസ്റ്റിൽ മേ ബി നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കാം, നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. സോ അതിനെക്കുറിച്ചായിരിക്കാം നിങ്ങൾ വറീഡ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ഇത് എങ്ങനെ ഞാൻ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോഴും ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോഴും അവിടെയും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സമ്മതിക്കുമോ, അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങളെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ നല്ലതായിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിരിക്കാം. ഓക്കെ, പക്ഷേ പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു കാര്യം ചെയ്യാം, ഔട്ട്കം കാർഡ് കൂടി എടുത്തേക്കാം. ഇതിൻ്റെ മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു ആക്ച്വലി ഇവിടെ ഉണ്ട് 8 of ഒരു അഡ്വൈസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ആൻഡ് ഓക്കെ, വീണ്ടും ഷഫിൾ ചെയ്തിട്ട് വീണ്ടും അതാ വന്ന്. ഓക്കെ, 6 of Cups, ഒന്നുകൂടി ലാസ്റ്റ്. ഓക്കെ, പേജ് ഓഫ് പെന്റിക്കൽസ്. ഓക്കെ, നിങ്ങൾക്കൊരു ഓഫർ വരുന്ന കാര്യം കാണുന്നുണ്ട്. വീണ്ടും ഒരേ കാര്യങ്ങളാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഒരു ഓഫർ വരും നിങ്ങൾക്ക്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് വരും. ഓക്കെ, മുൻപ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത്, അതായത് പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട. ഒരു ഓഫർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും വരും. അത് റിലേഷൻഷിപ്പ് ആയാലും ജോലിയുടെ ആയാലും മാറ്റത്തിൻ്റെ ആയാലും അതൊരു കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഓക്കെ, ഒരു ഓഫറായിട്ട് അത് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഓക്കെ ഡിവൈൻ ടൈമിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ടൈമിംഗ് കൂടി നോക്കാം. ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എപ്പോൾ വരും, നിങ്ങൾക്ക് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചേഞ്ച് എന്ന് നോക്കാം. എപ്പോഴേക്കായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? റിലീസ് എനി അറ്റാച്ച്മെന്റ് ടു ടൈമിങ്. എന്തൊരു കഷ്ടമാണ്. നോട്ട് ദ റൈറ്റ് ടൈം യെറ്റ്. ഓക്കെ, അതുകൊണ്ടാണ്. ഫൈൻ. നെക്സ്റ്റ് മന്ത് ആൻഡ് സമ്മർ ടൈം ഇവിടെ ഉണ്ട്.
ഓക്കെ. സമ്മർ ടൈം ഇനി അത് വളരെ ലോങ് ആണ്, ബട്ട് നെക്സ്റ്റ് മന്ത് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ്. ഓക്കെ. ഇവിടെ പറയുന്നത്, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ടൈമിംഗ് ആലോചിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അതിൻ്റെ റൈറ്റ് ടൈം അല്ല. ഓക്കെ, പക്ഷെ ആ ഒരു സമയം വരും. ഡിവൈൻ ടൈമിങ്ങിലാണ് ഇപ്പം എല്ലാം കാര്യങ്ങൾ നടക്കുന്നത്. ഡിവൈൻ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എഫേർട്ട് വേഗം, സോറി, നിങ്ങളിട്ടതിൻ്റെ റിസൾട്ട് നിങ്ങൾ വേഗം വേണം എന്ന് പറഞ്ഞ് ഒരു വെയിറ്റിംഗ് ആയിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെതായ സമയത്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. ഓക്കെ, തൽക്കാലം വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. വരും, ഓഫർ വരും. അത് നെക്സ്റ്റ് മന്ത് ചിലവർക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് ടൈം അല്ല, ഒരു അടുത്ത മാസത്തേക്ക് നിങ്ങൾക്കൊരു മാറ്റം കാണാം. ആ ചേഞ്ച് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മെസ്സേജ് വരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഗ്രോത്ത് നിങ്ങൾക്ക് കാണാം. ഒരു 1 മന്ത് പറയുന്നുണ്ട് തൽക്കാലം. ഓക്കെ, ഞാൻ വേറെ എടുക്കുന്നില്ല, ടൈം എടുക്കുന്നില്ല. യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങൾ ആ റിലീസ് ചെയ്യുക. ടൈം എത്ര എടുക്കും, എപ്പോൾ ആവും എന്നുള്ള ആലോചിക്കേണ്ട എന്നാ പറയുന്നത്. സോ നമ്മൾ വിട്ടേക്കാം. ഓക്കെ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കാനുണ്ടാവും. അതായത് നമ്മൾ പറയില്ലേ, ലൈക്ക് നിങ്ങളുടെ ഈ മൈൻഡ് ബ്ലോക്കേജസ് നിങ്ങൾ മാറ്റിയെടുക്കണം. പേടികൾ നിങ്ങൾ മാറ്റിയെടുക്കണം. പോസിറ്റീവ് ആവാം. പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം. ഓക്കെ, കോൺഫിഡൻസ് കൊണ്ടുവരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ആക്ച്വലി ഓഫർ വരും, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും, മാറ്റങ്ങൾ വരുന്നുണ്ട്, മെസ്സേജ് വരും എന്നൊക്കെയാണ്. ഓക്കെ, സോ കുറച്ച് പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങൾ മൈൻഡ് എത്രത്തോളം നിങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മൾ ഫൽക്കി ഇച്ഛാ മത് കറൂ എന്നൊക്കെ പറയില്ലേ, അതെന്ന് വെച്ചാൽ റിസൾട്ടിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വരും. ആൻഡ് ഞാനിത് എടുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ ഷഫിൾ ചെയ്യുമ്പോൾ വരാതിരിക്കട്ടെ. ഓക്കെ, സെക്കൻഡ് പൈലിലേക്ക് പോവാം. ഓക്കെ, പിരമിഡ് ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തിനെ കുറിച്ചാണ് നോക്കാം. ഓക്കെ, ഇത് മതി നമുക്ക്. ആക്ച്വലി കുഴപ്പമില്ല. ഇത് മെസ്സേജ് ഓഫ് കൺസേൺ ആൻഡ് പോവർട്ടി ആണ് കാണുന്നത്. സോ ഇവിടെ ഐ തിങ്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ. ഫൈനാൻഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചാണ്. ഐ തിങ്ക് നിങ്ങളുടെ ഫേസ് ചെയ്യുന്നുണ്ട് ചില പ്രോബ്ലം. ഓക്കെ, സഡൻ ലോസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. പൈസയുടെ ഇതിൽ എന്തെങ്കിലും ജോലി നഷ്ടപ്പെടൽ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുക, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കുറച്ച് പൈസ നഷ്ടപ്പെടുക, നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരിക്കും ഒരു ഐ തിങ്ക് നിങ്ങൾ ആ ഒരു പണത്തിന്റെ ഫൈനാൻഷ്യൽ ക്രഞ്ച് നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ എനിക്ക്. ഓക്കെ, നമുക്കിതിനെ കുറിച്ച് കൂടുതൽ ഗൈഡൻസ് ആയിട്ട് നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, അഗൈൻ മണിയെ കുറിച്ച് തന്നെയാണ്. കരിയർ, മണി, 10 of Wands, Lovers card, Queen of Wands, Ace of Swords, 3 of Swords, and the Sun. Okay, good. And 3 of Cups ഇവിടെ ഉണ്ട്, and the Hierophant ഇവിടെ ഉണ്ട്. വെരി ഗുഡ്. Page of Cups. ഓക്കെ, നമുക്കിതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ എനിക്ക് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂവിൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ വല്ലതും കിട്ടിയിട്ടുണ്ടാവാം. മീൻസ് ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലം എന്ന രീതിയിൽ, അല്ലെങ്കിൽ സാലറി കിട്ടിയില്ല ശരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോസ് നിങ്ങൾക്ക് വന്നതായിട്ട്. ലേഡീസ് ആവണമെന്നില്ല, ജെൻസും ആവാം. ഓക്കെ, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കരിയർ പേഴ്സൺ ആണ് എന്ന് മാത്രം എടുത്താൽ മതി. ഒരു ജോലിയുടെ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ എന്നെടുത്താൽ മതി. നിങ്ങളുടെ കരിയറിലേക്ക് ഉള്ള പ്രോബ്ലംസ്, അതിന് നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മെസ്സേജ് ഓഫ് കൺസേൺ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ കമ്പനി എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ അത് ഈ ഇടയ്ക്ക് ആരും എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും സിനാരിയോസ് ആവാം. നിങ്ങളുടെ ജോലി ചിലപ്പോൾ പോകുന്ന രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ലോസ് നിങ്ങൾ വിചാരിക്കാതെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നതായിട്ട്, അങ്ങനെയൊക്കെയാണ് ഇവിടെ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാം.
ആൻഡ് ഇവിടെ 10 of Wands ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ തിങ്ക് മേ ബി ഫാമിലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം. ഓക്കെ, ഫാമിലി ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ജോലി മാറണോ, വേറെ പോകണോ, അതോ വേറെ എന്തെങ്കിലും ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങാനും പൈസ പോയ കാര്യം, ഓക്കെ ജോലിയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, പൈസ സപ്പോസ് എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു അത് പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ, ഓക്കെ ആരെങ്കിലും വേറെ ആക്ച്വലി നെഗറ്റീവായിട്ടൊന്നും തോന്നില്ല, ഞാൻ പറഞ്ഞുണ്ടാക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് എന്തോ എന്തോ പെട്ടെന്ന് സഡൻ ഒരു പ്രശ്നം വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫൈനാൻഷ്യൽ ലോസ്, പോവർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, പാവപ്പെട്ടവരെ എന്ന് പറഞ്ഞ പോലെ പണമില്ലാത്ത ഒരു അവസ്ഥ അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് ഐ തിങ്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് എന്തെങ്കിലും കൂടുതൽ ചിലവ് വന്നതായിരിക്കാം. ഓക്കെ, മെസ്സേജ് ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പണം ആവശ്യം വന്നു, അങ്ങനെ കുറച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി പോയി. ഇപ്പൊ നിങ്ങൾ പിന്നെ അത് കഴിയുമ്പോൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള കൺസേൺ. ഓക്കെ, ബേർഡൻ നിങ്ങളുടെ മേലെയാണ്. ഐ തിങ്ക് നിങ്ങളുടെ ഫാമിലിയുടെ ബേർഡൻ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മേലെ ആയിരിക്കും ആ ഒരു ബേർഡൻ ഉള്ളത്. ഓക്കെ, നിങ്ങൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിലെ വല്ലതും പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾക്ക് ലോസ് ആയി എന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ബേർഡൻ നിങ്ങളുടെ മേലെയാണ് വന്നുപെടുന്നത് അല്ലെ. അപ്പൊ ആ രീതിക്ക് ഒരു ടെൻഷൻ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ലവേഴ്സ് കാർഡ് ഇവിടെ റിലേഷൻഷിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാം. എന്തായാലും ഇപ്പോൾ നിങ്ങളൊരു ചോയ്സ് എടുക്കാനുണ്ട്. ഐ തിങ്ക് ഓക്കെ, നിങ്ങളൊരു ചോയ്സ് എടുക്കാൻ ആക്ച്വലി ചില സമയത്ത് ഇങ്ങനെ സപ്പോസ് നിങ്ങളുടെ ജോലി പോവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഓപ്ഷൻ, നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമായി, നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും എന്ന രീതിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മേ ബി ഇവിടെ ഒരു ചോയ്സ് നിങ്ങൾ എടുക്കാനുണ്ടാവും. നിങ്ങൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പൊ ആ നെക്സ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മേ ബി നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ചില സമയത്ത് യൂണിവേഴ്സ് ഇങ്ങനത്തെ നമ്മളോട് കളിക്കും. ഓക്കെ, നമ്മളുടെ കയ്യിൽ നിന്ന് ചിലത് തട്ടിത്തെറിപ്പിക്കും. ഓക്കെ, ആ തട്ടിത്തെറിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മളെ വേറെ എന്തെങ്കിലും നല്ലതിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയായിരിക്കും. കാരണം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് കേട്ടോ. നമ്മളുടെ ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. ദാറ്റ് ഒരു ജോലിയിൽ നിങ്ങൾ ആ ജോലി ചെയ്യുന്ന സമയത്തും മേ ബി നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, ദാറ്റിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ജോലി വിടാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവാം. ഓക്കെ, വിട്ട് കഴിഞ്ഞാൽ എന്താവും, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ എനിക്ക് ഫാമിലി നോക്കാൻ പറ്റില്ല, ആ ബേർഡൻ എൻ്റെ മേലെയുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി യൂണിവേഴ്സ് ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ചില യൂണിവേഴ്സിന്റെ കളി ചില സമയത്ത് വിചിത്രമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ചിലത് തട്ടിത്തെറിപ്പിക്കും. ബിക്കോസ് നമ്മളെ വേറൊരു വഴിക്ക് നയിക്കാൻ വേണ്ടി കൂടി ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് മാറ്റാനായിരിക്കാം. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കൂടി സാധിക്കും. അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് വഴികൾ കിട്ടും. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് വഴികൾ കിട്ടും. ഏസ് ഓഫ് സോർഡ്സ് ആണ്, ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. ആൻഡ് ക്വീൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ വളരെ റിസോഴ്സ്ഫുൾ പേഴ്സൺ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. വളരെ ക്രിയേറ്റീവ് പേഴ്സൺ ആയിരിക്കും എന്ന് മാത്രം. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന്റെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ, ഓക്കെ നിങ്ങൾക്ക് കുറേ മെത്തേഡ്സ് നിങ്ങളുടെ മനസ്സിൽ വരും പെട്ടെന്ന്. ഓക്കെ, മീൻസ് നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഓക്കെ ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നു, അപ്പൊ ഇതിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഐഡിയാസ് വരുമായിരിക്കും. ആൻഡ് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ കൂടി തയ്യാറാവുന്നുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ തുടങ്ങാനായാലും അല്ല, ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഓപ്ഷനൊക്കെ കണ്ടുപിടിക്കാനായാലും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. ഇവിടെ വിഷമമുണ്ട് നിങ്ങൾക്ക്. യെസ്, ആ ഒരു പെട്ടെന്നൊരു മാറ്റം നമുക്കൊരു വിഷമം ഉണ്ടാക്കും അല്ലെ. ആ ഒരു വിഷമം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നിങ്ങൾക്കൊരു സണ്ണാണ് ഇവിടെ. നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ് ഇവിടെ വരുന്നത്, സന്തോഷമാണ് വരുന്നത്. ആക്ച്വലി എനിക്ക് ആ പെട്ടെന്ന് ഈ കാർഡിലേക്ക് ഞാൻ വന്നപ്പോണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് കൂടി. കാരണം എവിടെയോ നിങ്ങളുടെ ആ ഒരു നമ്മൾ പറയില്ലേ ആ ഒരു ടെൻഷൻ, അതുകൊണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് ഈ ഒരു കാർഡിൻ്റെ അടുത്ത് എത്തിയപ്പോൾ. ഐ തിങ്ക് നിങ്ങളുടെ ആ വിഷമം യെസ് ഉണ്ട്, നിങ്ങൾക്ക് ആ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിന്റെ ചില ടെസ്റ്റ് ആയിരിക്കാം, ചില നമ്മുടെ വഴിയൊന്ന് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളെ വേറെ നല്ലതിലേക്ക് എത്തിക്കാനായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ബ്രൈറ്റ് ഹാപ്പിനെസ്, നിങ്ങൾക്ക് സണ്ണുണ്ട് ഇവിടെ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, ഈ ബേർഡൻ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു വിഷമം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കുക, മൈൻഡ് പോസിറ്റീവ് ആക്കി വെക്കുക. വഴിയിലിടയിൽ ചില തടസ്സങ്ങൾ വരും, യെസ്, പക്ഷെ അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. ചില ചോയ്സസ് നിങ്ങൾ എടുക്കാനുണ്ട്. നിങ്ങളൊന്ന് ഡിസിഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ. ഒരു ആക്ഷനും ഡിസിഷനും ഒക്കെയാണ്, ഇതൊരു ചോയ്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വഴികൾ എന്താ വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് തീരുമാനിച്ച് നിങ്ങൾ അതിനൊരു ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഈ ഒരു വിഷമത്തിന്റെ സമയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഈ ഒരു പോവർട്ടിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഹാപ്പിനെസ്സും ആൻഡ് ഇവിടെ
3 of Cups ആണ്. സോ ഇത് നമ്മളെ സെലിബ്രേഷൻ എന്ന രീതിയിൽ പറയും, ഹാപ്പിനെസ് എന്ന രീതിയിൽ രണ്ടും ഒരുവിധം ഒരേ കാർഡ്സ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവാം സപ്പോർട്ടിന്. ആൻഡ് ഹൈറോഫന്റ് ഉണ്ട് ഇവിടെ. സോ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, പേടിക്കുക വേണ്ട. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, സപ്പോർട്ട് ഉണ്ട് ഡിവൈൻ്റെ. ഒരു തരത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് പീരീഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമെന്നാണ്. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല ഒന്നും പ്രത്യേകിച്ച്. ബിക്കോസ് ഇല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, വിട്ടേക്കാം. നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ ജോലി പോയി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജോലി നോക്കണം, വേറെ എന്തെങ്കിലും ലൈക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിയാവും നോക്കാം. ഓക്കെ, എപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സണ്ണിന്റെ സിറ്റുവേഷൻ എപ്പോഴൊക്കെയാണ് വരിക? ഒരുപാട് ദൂരെ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം നിങ്ങൾക്ക് ഇന്ന് പുറത്തു വരാൻ സാധിക്കട്ടെ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഓക്കെ, അഗെയിൻ സെയിം കാർഡ് നേരത്തെ വന്നതാണ്, ബട്ട് ഓക്കെ. വിത്തിൻ എ കപ്പിൾ ഓഫ് മന്ത്സ്. ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 1-2 മാസത്തിനുള്ളിൽ ഒരു ആൻസർ കിട്ടും എന്നാണ് പറയുന്നത്. ഒരു അറൌണ്ട് മാർച്ച് കുറച്ച് ദൂരെയാണല്ലോ ആക്ച്വലി. ഹാവ് ഫെയ്ത്ത്. ഓക്കെ, വിട്ടേക്കാം. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോടും ആക്ച്വലി ഫസ്റ്റ് ഫയലിലും ഇതേത് വന്നു. ബട്ട് എനിവേ, യൂണിവേഴ്സ് എപ്പോഴും ആക്ച്വലി നമ്മുടെ ടൈമിങ്ങിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കരുത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എനിക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലാവും. ലൈക്ക് ഇത് ആണെങ്കിൽ, ഓക്കെ ആവാതിരിക്കട്ടെ, ഇതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഓക്കെ റൊമാൻറ്റിക്കലി പറയുകയാണെങ്കിലും മേ ബി നിങ്ങൾക്ക് എന്താ പറയുക, ഏതെങ്കിലും പേഴ്സണുമായിട്ട് നിങ്ങൾ ആരെ ചൂസ് ചെയ്യണം എന്നൊക്കെ വല്ലതും ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ഓക്കെ ശരി. എന്തായാലും നിങ്ങളോട് പറയുന്ന ടൈമിംഗ് നിങ്ങൾ ആലോചിക്കേണ്ട എന്നാ പറയുന്നത്. പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് ഗൈഡൻസ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. വിത്തിൻ എ കപ്പിൾ ഓഫ് മന്ത്സ് അല്ലെങ്കിൽ അറൌണ്ട് മാർച്ച് എന്ന് പറയുന്നുണ്ട്. കുറച്ച് ദൂരെയാണ് എനിക്കറിയാം. വിത്തിൻ എ കപ്പിൾ ഓഫ് മന്ത്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ മെയ് അല്ലേ? ഓക്കെ, അപ്പൊ ജൂൺ ജൂലൈ എന്ന് പറയാം. ചിലവർക്ക് ഓക്കെ ഒന്ന് കരകയറാൻ ചിലപ്പോൾ മാർച്ച് വരെയും എടുക്കാം. പക്ഷെ നിങ്ങൾ അത് ആലോചിച്ച് വറി ചെയ്യരുത്. ഓക്കെ, ആ ഒരു സമയം ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങളത് വറി ചെയ്യരുത്. ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങളെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ വരുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു റൂട്ട് മാറ്റിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പൊ അതിൻ്റെതായ സമയം എടുക്കും ചില കാര്യങ്ങൾക്ക് അല്ലേ വർക്കൗട്ട് ആവാൻ. അപ്പോൾ നിങ്ങളെ ദൈവം സപ്പോർട്ട് ഉണ്ട്, യൂണിവേഴ്സ് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, ഹാവ് ഫെയ്ത്ത്. ഓക്കെ, എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിൽ ഫെയ്ത്ത് വെക്കാം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാം. എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെയൊക്കെ അവസാനം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ദൈവം തരും. അത് ചില കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം. സോ മേ ബി ഒരു അല്പം ഒരു കറേജ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുക, എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺ വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക. കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ മാക്സിമം ദൈവം നിങ്ങൾക്ക് സ്ട്രെങ്ത് തരട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.